എൻ്റെ കൂടെ 16 വർഷം നിന്ന ഒരാളുണ്ട്. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അത് അഭിനയമല്ലാതെ നമുക്ക് പരമബോധ്യമുണ്ട്. ഞാൻ അമ്പലത്തിലും പോയിട്ടുണ്ട്, പള്ളിയിലും പോയിട്ടുണ്ട്, ഭീമാപള്ളിയിൽ പോയി പല സ്ഥലത്തും ഞാൻ പോകുന്നതിനാണ്. ഏത് ദൈവമാണെങ്കിലും ശരി, അവനവൻ്റെ പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും അവനവന് കിട്ടും. മലയാള സിനിമയൊക്കെ ഇത് വളരെ ഉയരത്തിലാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കാണുന്ന ഒരു ശക്തമായ ഒരു പ്രവണതയാണ്, ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു പ്രയോഗം പാൻ ഇന്ത്യൻ ആക്കി ഈ ചിത്രം ഒക്കെ. സത്യത്തിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി. കാരണം ഈ മക്കളുടെ സിനിമാ ഫീൽഡിലുള്ള വളർച്ച, പല ഭാഷയിൽ അവർ അഭിനയിക്കുന്നത്, അവർ മാത്രമല്ല പലരും, എല്ലാ നടന്മാരും അതെ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കാണുന്ന ഒരു ശക്തമായ ഒരു പ്രവണതയാണ്, ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു പ്രയോഗം പാൻ ഇന്ത്യൻ ആക്കി ഈ ചിത്രം ഒക്കെ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു എന്ത് പാൻ ഇന്ത്യ, ഞാൻ തന്നെ നോക്കിയിട്ടുണ്ട്. പിന്നെ വായിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി പല ഭാഷയിൽ നിർമ്മിക്കുന്നത്. അതായത് ഇപ്പോൾ മലയാളത്തിലെടുക്കുന്ന ഒരു പടം ഹിന്ദിയിൽ, കന്നഡ, തെലുങ്ക്, തമിഴ്, പിന്നെ വേറെ ഏതൊക്കെ ഭാഷയിൽ ചെയ്യണമെന്നുണ്ടോ അതെല്ലാം. അപ്പോൾ അതോടുകൂടിയാണ് ഇങ്ങനെ ഒരു വലിയ ഒരു പാൻ ഇന്ത്യ മൂവീസ്. പക്ഷേ അത് ഈ പറയുന്ന പോലെ ആർട്ടിസ്റ്റുകൾക്ക് നല്ലതാണ്. പല നാട്ടിലെ പല ഭാഷയിൽ ഈ ചിത്രം പ്രദർശിക്കുമ്പോൾ ഇവരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളാണ്, ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളാണെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് അത് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ഞങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ സംഗതി തിരിച്ചാണ്. മറ്റു ഭാഷയിൽ വരുന്ന പടങ്ങൾ മലയാളത്തിലോട്ട് ഡബ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒരു പ്രമുഖ സ്ഥാനം അന്ന് ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഞാൻ, കോട്ടയം ശാന്ത, ഞങ്ങളെല്ലാവരും. കാരണം നായികമാർക്ക് പലർക്കും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. അത് അഭയദേവ് സാറാണ് ഈ തമിഴ്, തെലുങ്ക്, കന്നഡ പടം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഞങ്ങളൊക്കെ ഓരോരുത്തർക്കും വോയിസ് കൊടുക്കും. ഇപ്പം അത് പോയിട്ട് എത്രയും ഭാഷയിലെടുക്കാമോ അത്രത്തോളം ഈ പാൻ ഇന്ത്യ എന്നുള്ള ലേബലിൻ്റെ വലിപ്പം കൂടുമെന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ വന്ന് ഇപ്പം മിക്ക പടങ്ങളും ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ കാണാറില്ലേ. പാൻ ഇന്ത്യൻ മൂവിയായിട്ട് വലിയ താരങ്ങൾ പോട്ടെ, മമ്മൂട്ടി, മോഹൻലാൽ പോട്ടെ, പിന്നെ ഇങ്ങോട്ട് വരുന്ന ഈ ചെറുപ്പക്കാരുടെ വരെ, എൻ്റെ മക്കളടക്കമുള്ള ചെറുപ്പക്കാരുടേതും ആയ പടങ്ങളെല്ലാം തന്നെ ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ സത്യത്തിൽ സന്തോഷമാണ്. ഇപ്പോൾ നമ്മളെവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോഴത്തേക്കും അത് അങ്ങനെ ഇങ്ങനെ തെലുങ്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ പറയും, തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒക്കെ തമിഴ് പിന്നെ ഇപ്പം അറിയാം ഇവരെ ഒക്കെ. എന്നാൽ ഈ കന്നഡവും തെലുങ്കും ഒക്കെ ഇത്രയും ഒരു പ്രിയപ്പെട്ട ആരാധകർ വന്നത് ഈ ഒരു സ്റ്റൈലിലൂടെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എയർപോർട്ടിലൊക്കെ ചെന്നിറങ്ങുമ്പം അത്രയും കണ്ട് ആൾക്കാർ വരണമെങ്കിൽ മലയാള പടം കണ്ടിട്ട് മാത്രമാവില്ല, ഈ ഡബ് ചെയ്ത ഈ പറയുന്ന വല്ല പടങ്ങളും കൂടെ കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു ആൾക്കാർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതും അവരുടെ ഒരു സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നതും. ബിസിനസ് തരത്തിൽ നോക്കിയാലും ഒരു പക്ഷേ അത് പല ഭാഷയിൽ നിർമ്മിക്കാൻ പല രീതിയിൽ ഡബ് ചെയ്യുന്നതാണോ എന്താണോ, അപ്പോൾ അതിനൊക്കെ നിർമ്മാതാവിന് അതിൻ്റേതായ ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതും നല്ലതാണ്. കാരണം ഒരു പക്ഷേ എവിടെങ്കിലും ഒരു ചെറിയ നഷ്ടം വന്നാൽ പോലും ഇതെല്ലാം കൂടെ എടുത്ത് റെഡിയായി വരുമ്പം വലിയ നഷ്ടമില്ലാതെ ആ പടം അങ്ങ് പോകുന്നുണ്ടെങ്കിൽ അത് നിർമ്മാതാവിന് നല്ലതല്ലേ. അപ്പോൾ ആ ഒരു രീതി നമ്മുടെ ഒരു ചലച്ചിത്ര രംഗത്തിൻ്റെ വളർച്ച മാത്രമല്ല, ആർട്ടിസ്റ്റിൻ്റെ വളർച്ചയ്ക്ക്, പ്രൊഡ്യൂസറുടെ സാമ്പത്തിക ലാഭത്തിന്, ഇങ്ങനെ പലതരത്തിൽ അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മലയാള സിനിമയൊക്കെ ഇത് വളരെ ഉയരത്തിലാണ്, പണ്ടത്തെ പോലെ. അത് ഞാൻ എപ്പോഴും പറയും കേട്ടോ. പൃഥ്വിരാജിൻ്റെ ഒരു പണ്ടത്തെ ഇൻ്റർവ്യൂ നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിയാൻ വയ്യ. മോൻ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നോട്ടൊരു 10-20 വർഷം കഴിയുമ്പോൾ മലയാളത്തിൽ നല്ല സിനിമകൾ എടുക്കുന്ന ഒരു കമ്പനി എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രങ്ങളിൽ വേഷം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു മലയാള സിനിമയുടെ ഒരു പ്രസക്തിയും പേരും ഒക്കെ വെളിനാട്ടിൽ കൊണ്ടുപോകുന്ന ചിത്രങ്ങളുടെ നിർമ്മാതാവാകണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഈ പറയുന്നതിൽ ഒരു പരിധിവരെ മോൻ അതിന് വേണ്ടി കഷ്ടപ്പെടുന്നുമുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ വലിയ പുറത്ത് കൊട്ടിഘോഷിച്ചൊന്നും ചെയ്യാറുള്ളതേ ഉള്ളൂ. എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും മോൻ്റെ ആഗ്രഹങ്ങളിൽ ഒരു 90% നടക്കുമെന്ന് തന്നെയാണ്. ഞാൻ എന്നും അതിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം അവരുടെയൊക്കെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഈശ്വര ഈ കഷ്ടപ്പാടിൻ്റെ കൂടെ
ഭഗവാനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ട്. അവിടെ നിന്ന് ഒരമ്മ എന്നുള്ളതിൽ എനിക്ക് പ്രാർത്ഥിക്കാമല്ലോ, അതിന് ആരുടെ അനുവാദം വേണ്ടല്ലോ. അപ്പോൾ ഇപ്പം പ്രധാന ജോലി അതാണ്. എൻ്റെ അഭിനയം ഉണ്ടില്ലെന്നല്ല, എന്നാലും എവിടെ പോയാലും മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയൊക്കെ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. ഒപ്പം പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് അവരുടെ വേറെ ഞാനങ്ങനെ വലിയ മഹതി ആയതുകൊണ്ടൊന്നുമല്ല, ഒന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം. കാരണം ഇവിടെ ഫോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ആരുടെ കുറ്റമല്ല. ഇപ്പോൾ സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ ഫോണിൻ്റെ ശബ്ദം കേൾക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഫോണ് ഒന്നുകിൽ അവരിരിക്കുന്ന വണ്ടികളിലോ അല്ലെങ്കിൽ ഈ ഫോൺ ഓഫ് ചെയ്ത് വെക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാനേജറുടെ കയ്യിലോ മേക്കപ്പ് മാൻ്റെ കയ്യിലോ ഒക്കെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജുവിനോടും ഇന്ദ്രനോടും ഒക്കെ പറയേണ്ട പല കാര്യങ്ങളും പലരും എന്നെ വിളിക്കും. ഞാൻ പിന്നെ അങ്ങനെ ഫോൺ എടുക്കാതെ ഇതില്ല. എടുത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലൊരു പ്രോഗ്രാമിൽ റെക്കോർഡിങ് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എടുക്കത്തില്ല. പക്ഷേ അല്ലാത്ത എല്ലാ സമയങ്ങളിലും ഞാൻ ഫോൺ എടുക്കും. ഫോൺ എടുക്കുമ്പോൾ അത് അവർക്കൊരു വലിയ സന്തോഷമാണ്. കുഞ്ഞിൻ്റെ അസുഖം, മറ്റവരുടെ അസുഖം, മറിച്ചവരുടെ അസുഖങ്ങളാണ് കൂടുതലും ഈ പറയുന്നത്. പിന്നെ അതല്ലാതെ അവരുടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മഴ വന്നാൽ വെള്ളം കയറുന്നത്, അത് ഇത് മറ്റത് മറിച്ച് ഇതിങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ എന്നോട് പറയാൻ? അല്ലമ്മേ, അമ്മ ഇപ്പോൾ ഈ പറയുന്നത് എനിക്കറിയാം, അമ്മ മക്കളെ പോലും കാണാറില്ല, വളരെ അപൂർവമാണ്, നമ്മുടെ ഇൻ്റർവ്യൂവിലൊക്കെ എഴുതാറുണ്ട്, ഞങ്ങൾ അറിയിച്ചെന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ മക്കൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ തുക അയച്ചു കൊടുക്കുമായിരിക്കും. എന്നെക്കൊണ്ട് അത്രയും പറ്റിയില്ലെങ്കിലും 50,000 പോകേണ്ടത് 5,000 അയക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ അത് അണ്ണാൻ കുഞ്ഞിനും തന്നാലായെന്ന് പറയുന്ന പോലെ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളത്. ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തത്, എൻ്റെ ഇവിടെ 16 വർഷം നിന്ന ഒരാളുണ്ട്, ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലീല ജോൺസൺ എന്ന് പറയുന്ന ഒരു കാട്ടാക്കട. എനിക്ക് അവരെന്ന് പറഞ്ഞാൽ എനിക്ക് അവരെൻ്റെ അടുത്ത് നിന്ന് പോയപ്പോൾ തൊട്ട് എനിക്കൊരു വിഷമാണ്. അത് നടക്കാൻ വയ്യാതെ ഈ മുട്ടിനൊരു തേയ്മാനം വന്നിട്ട് പോയതാണ്. അവരൊക്കെ ഒരു വിഷമം പറയുമ്പോൾ നമുക്ക് കണ്ണടയ്ക്കാനൊക്കത്തില്ല. കാരണം 16 വർഷം എൻ്റെ കൂടെ നിന്ന് കഷ്ടപ്പെട്ട ആളാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് 10ാം ക്ലാസ്സിലൊക്കെയാണെന്ന് തോന്നുന്നു അന്ന് ഈ പറഞ്ഞതുപോലെ പല കുട്ടികളൊക്കെ അന്ന് തൊട്ടുണ്ട്. ഒടുക്കം ഈ നടക്കാൻ തീരെ വയ്യാതെയായി പിടിച്ച് നടക്കേണ്ട ഒരവസ്ഥ വന്നപ്പം ഒരു കാട്ടാക്കട ഒരു വൈദ്യൻ്റെ ചികിത്സയ്ക്കായിട്ട് പോയതാണ്. പക്ഷേ ഇപ്പോഴും വിളിക്കും. ഇപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്ത് എത്തി എന്ന് കേട്ടുകൊണ്ടത് വരാനിരിക്കുകയാണ്. അങ്ങനെ ചിലരുണ്ട് ജീവിതത്തിൽ. ഞാനിപ്പോൾ അത് സൗഹൃദമല്ല, നമ്മളോട് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അത് അഭിനയമല്ലാന്ന് നമുക്ക് പരമബോധ്യമുണ്ട്. അങ്ങനെയൊന്നും ഇപ്പോൾ ആരെയും കിട്ടത്തില്ല. ഇപ്പോൾ എല്ലാം ഈ പറഞ്ഞതിൻ്റെ വിട്ട് കുറച്ച് അഭിനയം, അവരവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ, പിന്നെ കുറച്ച് സ്നേഹമുള്ള എല്ലാം ഉണ്ട്. എന്നാലും ആ തലമുറ എന്നൊക്കെ പറഞ്ഞത് എൻ്റെ 48 വയസ്സുള്ളപ്പോഴെങ്ങാണ്ട് വന്നത്. അവരെൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ 63 വയസ്സായി. അത്രയും കാലം ഞാൻ എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിക്കുകയും അവരതിനേക്കാട്ടിലുപരി ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ വാതിൽ തുറക്കുമ്പം കയ്യിൽ എനിക്ക് കുടിക്കാനുള്ള എന്തെങ്കിലും തണുത്ത ജ്യൂസാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, അതുമായിട്ടാണ് അവരവിടെ. അപ്പം ഞാൻ പണ്ട് കളിയാക്കും, നിങ്ങളിതെന്തോ ഈ മറ്റേ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെന്ന് കയറുമ്പം വെൽക്കം ഡ്രിങ്ക് എന്നൊരു സാധനമുണ്ട്, ലീലയ്ക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരു തലമുറയുടെ കൂടെയാണ് ഞങ്ങളൊക്കെ കൂടുതലും കഴിഞ്ഞിരിക്കുന്നത്. അവിടുന്ന് വന്ന് ഈ പറയുന്ന പോലെ സ്നേഹത്തിനും സത്യത്തിനും ഒന്നും ഒരു വിലയില്ലാത്ത, അല്ല അതിനെക്കുറിച്ച് ഞാൻ പറയാം, വിലയില്ലാത്ത ഒരു കാലത്തേക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നിയത് എന്തെങ്കിലും ഈ ലോകം ഇങ്ങനെ ഈശ്വര എന്ന് തോന്നാറുണ്ട്. അത് എനിക്ക് തോന്നും, ഒരു പക്ഷേ എൻ്റെ മക്കൾക്ക് തോന്നിയെന്നിരിക്കത്തില്ല. കാരണം അവരതുമായിട്ട് ചേർന്ന് പോകുന്നവരാണ്. അവരിന്നത്തെ തലമുറയല്ലേ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഒരു രീതികൾ കണ്ട് വളർന്ന മോളെ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ ഉപദേശങ്ങളും ഒക്കെ ആയിട്ട് ഹരിപ്പാടെന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് എൻ്റെ അമ്മയുടെ വീട്. ഞങ്ങളൊക്കെ പലരും കേട്ട് കാണും. മണ്ണാർശാല ക്ഷേത്രത്തിൻ്റെയൊക്കെ തൊട്ടടുത്താണ് ഞങ്ങളുടെയൊക്കെ വീട്. അപ്പോൾ ഒരുപാട് കാലം എൻ്റെ അമ്മ അവിടെയൊക്കെ കൊണ്ടുപോവുകയും നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയും ഇതുപോലായിരുന്നു. ആര് വന്നാലും ഒരാഹാരം കൊടുക്കാതെ വിടുന്ന പരിപാടിയില്ല. അല്ല, പിന്നെ വേറൊരു കാര്യം, അന്ന് അരിയും തേങ്ങയും ഒന്നും കാശ് കൊടുത്ത് വാങ്ങിക്കാറില്ല. നാട്ടിലുണ്ട്. ഇങ്ങനെ റെഡിയാക്കി എൻ്റെ അമ്മയുടെ അച്ഛൻ അപ്പൂപ്പനെ ഇങ്ങോട്ട് അയക്കും. അതൊക്കെ പൂട്ടിപ്പോയാലും മിക്ക വീടുകളിലും നമ്മളിത് ആര് കൃഷി ചെയ്ത് ഇതൊക്കെ വിറ്റിട്ട് ഇതിന് ഭേദമല്ല ഒരു കരി വാങ്ങിക്കുന്നത് അത് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എങ്കിലും ഞാൻ പറയുന്നത് ഒരു ബന്ധങ്ങൾ സൂക്ഷിക്കാൻ അതെല്ലാവർക്കും പറ്റില്ല. വളരെ പെട്ടെന്ന് ഇല്ലാതാക്കിക്കളയും ചെറിയ കാര്യങ്ങൾക്ക്. അതൊരു പക്ഷേ ഈ ലീല എന്ന് പറയുന്ന എൻ്റെ കൂടെ നിന്ന് ആ ചേച്ചി അടക്കം അങ്ങനെയുള്ള ബന്ധങ്ങൾക്കൊരു വില കൊടുത്ത് നിൽക്കുക എന്ന് പറയുന്നത്
കണ്ടില്ല എന്ന് പറയുന്ന ഒരു രീതി ഞങ്ങളുടെ തലമുറയ്ക്ക് പറ്റത്തില്ല. ഇപ്പോൾ പറ്റും. അതെന്താ ശമ്പളം കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ എന്നോട് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ശമ്പളം കൊടുക്കുന്നില്ലേ, ചുമ്മാതാണോ എന്ന്. ഞാനും വിചാരിക്കും ശരിയാണല്ലോ, ഫ്രീ സേവനമൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇപ്പം തോന്നാറുണ്ട്. പണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാറേ ഇല്ല. ഓരോരുത്തരുടെ രീതികൾ കാണുമ്പോൾ ശരി ഇവർക്ക് എന്ത് കാര്യം. രാത്രി ഞാനാണേ ഒരു 8 മണിക്കുള്ളിൽ ഭക്ഷണം കഴിച്ച് ന്യൂസും കാര്യങ്ങളും മറ്റെല്ലാം കണ്ട് ഒരു 10 മണിയാകുമ്പോൾ ഞാൻ കിടക്കുന്ന ഒരാളാണ്. പിന്നെ എന്തെങ്കിലും മക്കളോ കൊച്ചുമക്കളോ ഒക്കെ വിളിച്ചാൽ മാത്രം ഒരു ഫോൺ എടുക്കുകയെന്നല്ലാതെ ഒരുപാട് ഈ ചാറ്റിങ്ങും ഗീറ്റിങ്ങും ഒന്നും രാത്രി പറ്റത്തില്ല. വയസ്സായി, നമുക്ക് ഉറങ്ങണം, 6 മണിക്ക് എഴുന്നേൽക്കണം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്നേഹം എന്താണ്, സത്യം എന്താണെന്ന് പറയാനും കൂടെ 2 വരി ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് പറയും. നോക്കട്ടെ ഇതിലോ അല്ലെ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. ചുരുക്കം പറഞ്ഞ് എനിക്ക് ഇന്നത്തെ തലമുറയോട് പറയാനുള്ളത്, പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കാൻ പോകുന്ന സ്ഥലത്ത്, അത് സ്കൂളാകട്ടെ കോളേജാകട്ടെ അല്ലേ, കലാലയ ജീവിതം എന്നൊക്കെ പറഞ്ഞ് വലിയ സാഹിത്യത്തിലൊക്കെ പറയാം, അവിടെ പോകുന്നത് പഠിക്കാനാണ്. ആദ്യം അന്വേഷിക്കുക വീട്ടിലിരുന്ന് എത്ര രൂപ ഒരു മാസം അല്ലെ ഒരു വർഷം എനിക്ക് വേണ്ടി ചിലവാക്കും, അതെവിടെ നിന്ന് വരുന്നു. എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല, എൻ്റെ അച്ഛൻ എവിടെ നിന്ന് ഉണ്ടാക്കുന്നു, ഇനിയിപ്പം ഓഫീസിൽ പോയി ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ ചിലവ്, വീട്ടിലെ ചിലവില്ല. ഇന്നിപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ വളർത്തണമെങ്കിൽ എന്തൊക്കെയാണ്, സ്കൂളിൽ പോകണമെങ്കിൽ സ്കൂൾ ബസ് തൊട്ട് തുടങ്ങും. രാവിലത്തെ ഫുഡെല്ലാം റെഡിയാക്കി വെച്ച് സ്കൂൾ ബസ് തൊട്ട് അത് കയറ്റി വിട്ട് പിന്നെ അവിടുത്തെ സ്കൂളിലെ ഓരോ കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ കാശ് ചിലവുകൾ ഇങ്ങനെയൊക്കെ ഇല്ലേ. പുസ്തകം, അതാണ് കുട, വടി, ബാഗ്, അവിടെ തുടങ്ങും ഒരു കുഞ്ഞിനെ പള്ളിക്കൂടത്തിൽ ചേരാൻ. എത്ര രൂപയാണ് ഇതൊക്കെ? എവിടെ നിന്നാണ് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കുന്നത്? ഈ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ബഹളം വയ്ക്കാൻ ഓടി നടക്കുന്നവർ ചിന്തിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. എന്തായാലും പോട്ടെ, അതെൻ്റെ ഫീൽഡല്ല. അതൊക്കെ ചിന്തിച്ച് ജീവിക്കുക. ഞാനൊരു വയസ്സായ അമ്മയെന്നുള്ള രീതിയിൽ പറഞ്ഞത്, ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന മക്കൾക്ക് അതിൻ്റേതായ ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഏത് ദൈവമാവട്ടെ, ഞാൻ എല്ലായിടത്തും പോകുന്ന ആളാണേ. ഞാൻ അമ്പലത്തിലും പോയിട്ടുണ്ട്, പള്ളിയിലും പോയിട്ടുണ്ട്, ഭീമാപ്പള്ളിയിൽ പോയി പല സ്ഥലത്തും ഞാൻ പോകുന്ന ഒരാളാണ്. ഏത് ദൈവമാണെങ്കിലും ശരി, അവനവൻ്റെ പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും അവനവന് കിട്ടും. ഇപ്പം എത്ര കാശുണ്ടെങ്കിലും നമ്മൾ ചിലരുടെയൊക്കെ കഥകൾ കേൾക്കും, ഓ എന്തോ പറയാനാ അതൊക്കെയുണ്ട്, പക്ഷേ ഇങ്ങനൊരു പ്രശ്നം, വലിയ ഒരു ദുഃഖമാണ് അവർക്കത്. അല്ലെ എന്തെങ്കിലും മക്കളുടെ കാര്യമോ അല്ലെ മക്കൾ വഴിതെറ്റിപ്പോയതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇതൊക്കെ അത് ഒരു ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഒരു വഴി കൂടെ അല്ലെങ്കിൽ മറുവഴി കൂടെ നമുക്ക് ഓരോ ദുഃഖങ്ങൾ വരും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു തെറ്റും ചെയ്തിട്ടുമില്ല. അപ്പോൾ നമ്മൾ പറയും, ഓ എന്താണോ എന്തോ മുൻജന്മത്ത് വല്ല തെറ്റ് ചെയ്തോ എന്തോ, ഇതൊക്കെയല്ലേ സ്വയം നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് ആശ്വസിക്കുന്നത്. പക്ഷേ അല്ല, ഈ ദൈവം തീരുമാനിക്കും നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും എങ്ങനെയാണ് മറ്റുള്ളവരെ ബാധിക്കുന്നത്. ഞാനിപ്പം തന്നെ ലീലയുടെ കാര്യം പറയാൻ കാര്യം, ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഒരേ കളിയാക്കും. ചേച്ചി ഒരു ദിവസം ഒരു നേരമെങ്കിലും ലീല ചേച്ചിയുടെ കാര്യം പറയുന്നത് സത്യമാണ്. ഒരു കറി കഴിക്കുമ്പോൾ അത് അവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു സഹായിയുണ്ട്, എപ്പോഴും ഒരാളൂടെ കാണും. നീ എന്തോന്നാണ് ഈ ചുമ്മാ കുത്തിയിരിക്കുന്നത്, പാവ ചേച്ചി കിടക്കുന്നത്, എഴുന്നേറ്റ് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തുകൂടെ, 4 മണിക്ക് ചേച്ചി ഈ പറഞ്ഞതിൻ്റെ വല്ല മരുന്നോ ഗുളിയൊക്കെ കഴിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ അമ്മയോ മൂത്ത സഹോദരിയോ ഒക്കെ ചോദിക്കുന്നത് പോലെ ചുമതലയായിട്ട് നിന്ന് അന്വേഷിച്ച് ചെയ്യിപ്പിക്കും. ഇന്ന് നടക്കുമോ? നടന്നത് തന്നെ. ഇന്ന് എല്ലാവരും അവരവരുടെ ജീവിത രീതിയിൽ അവർക്ക് കൊണ്ട് പ്രാരാബ്ദങ്ങൾ കുറ്റം പറയുകയല്ല. അതല്ലേ പെണ്ണുങ്ങളാണെങ്കിൽ ഇതാ ഫോൺ കൊണ്ടിരിക്കും, ഒന്നും പറയാനൊക്കത്തില്ല, നമുക്ക് പറഞ്ഞാൽ തീർന്നു, അധോ ഗതി നമ്മുടെ ഒരു. അപ്പോൾ അത് കാരണം നമ്മൾ പലതും കണ്ടില്ല എന്ന് നടിക്കും. പക്ഷേ ചിലതൊക്കെ നമ്മൾ കണ്ടിട്ട് പറഞ്ഞിട്ട് പറയാതെ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് തോന്നുമ്പോൾ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കും. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അല്ല, ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞ് നമ്മളിപ്പം ഇന്നത്തെ കാലത്ത് സംഘടനയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ കാശ് മുൻപേ അവിടെ കൊടുക്കണം, അവരുടെ കാശ് കൊടുക്കണം. ഇതെല്ലാം വാങ്ങിച്ച് കൈ വെച്ചിട്ടാണ് തിത്തേത് പറഞ്ഞു ഓരോരുത്തരെയും പറഞ്ഞു വിടുന്നത്. അല്ലാത്തവരുണ്ട് കേട്ടോ, എനിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല, അല്ലാത്തവരും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അത് കാരണം ലോകത്തിൻ്റെ ഒരു രീതി മാറി, ആൾക്കാരുടെ പെരുമാറ്റ രീതി മാറി, ജീവിതത്തിൻ്റെ രീതികൾ മാറി, അല്ലേ, വരുമാന മാർഗങ്ങൾ മാറി. എൻ്റെ അച്ഛനൊക്കെ കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്ന സമയത്ത് രാവിലെ പോകും. അപ്പോൾ
അത്രയും ദൂരെയല്ലേ. പണ്ട് പാളയത്തായിരുന്നു അച്ഛൻ്റെ ഓഫീസ്, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ എതിർവശത്ത്. അപ്പോൾ ചോറ് കൊണ്ട് കൊടുക്കുമായിരുന്നു ഒരു 12:30 ആകുമ്പോൾ. ഇതില്ല കാര്യവട്ടം വരപ്പോഴും പക്ഷേ അപ്പോൾ എൻ്റെ അമ്മയുടെ വേണ്ട, നീ അത് രാവിലെ അതൊന്ന് ഒരു ചെറിയ ക്യാരിയർ പോലെ ഉണ്ട്, അപ്പോൾ അതിനൊരു ബാഗ് ചെറിയ ഒരു 2 ഒരുപാടൊന്നുമില്ല, അത് രാവിലെ കൊണ്ടുപോവുകയാണ്. ഇന്ന് കൊണ്ടുപോകുന്നവർ കാണും, ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് വളർന്നവരായിരിക്കും. ഇന്നത്തെ തലമുറ ഒന്നിലെ കോളേജ് ക്യാൻറ്റീൻ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലുള്ള ബർഗർ ഷോപ്പ്, അല്ലെങ്കിൽ അതിന് മുമ്പിലുള്ള ഫാസ്റ്റ് ഫുഡ്. ഇതാണ് ജീവിതം. ആരെയും കുറ്റം പറയണ്ട. രാവിലെ 8:30 മണിക്ക് പിള്ളേർ പോകുമ്പോഴത്തേക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും നേരമില്ല. കാരണം അമ്മയും ജോലിക്ക് പോകുന്ന ആളാണ്. ഇങ്ങനെ ജീവിത രീതികൾ മാറി വരുമ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ സ്വഭാവത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാവും. ഞാനത് ആദ്യം സൂചിപ്പിച്ചുവല്ലേ, ഇതൊക്കെ കുറച്ച് കണ്ടും കേട്ടുമൊക്കെ തന്നെയാണ് പിള്ളേരൊക്കെ ഒന്ന് സ്വന്തമായിട്ടൊരു അറിവ് വെച്ച് അവരവരുടെ കാര്യങ്ങൾ സ്വയം നോക്കാൻ പ്രാപ്തരാകുന്നിടം വരെ ഒരു സിനിമയിലോട്ട് ഞാനില്ല എൻ്റെ പൊന്നു സുഖട്ടാന്ന് ഞാൻ പറയാൻ കാര്യം അത് തന്നെയാണ്. അവർ പഠിക്കുമ്പോഴും അവർ നമ്മൾ തന്നെ വേണം, വേറെ ആരെ ഏൽപ്പിക്കാൻ. ഒരു ഹോംവർക്ക് വീട്ടിൽ വന്ന് കൃത്യമായിട്ട് ചെയ്തോ എന്ന് നോക്കി അവരുടെ ഡയറിയിൽ ടീച്ചർ എഴുതി കൊടുത്തയക്കുന്ന അതൊക്കെ അന്നുകൊണ്ട് കേട്ടോ. അതിൻ്റെ മറുപടി എഴുതി ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ജോലിക്കാർക്ക് പറ്റുമോ? പറ്റില്ല. ഒന്നില്ലേ നമ്മൾ അതിനായിട്ട് നമ്മുടെ ഒരു ബന്ധുവിനെയോ ആരെങ്കിലും വിളിച്ച് താമസിപ്പിച്ച് ഏർപ്പാട് ചെയ്യുക, ഇല്ലേ നമ്മൾ ചെയ്യുക. ഏതായാലും ഇന്ദ്രനെയും രാജുവിനെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ മറ്റ് പരാതികളൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. പഠിക്കേണ്ട സമയത്ത് പഠിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ വായിക്കേണ്ട സമയത്ത് അച്ഛൻ വാങ്ങിച്ചു കൊടുക്കുന്നതും അല്ലാത്തതും പുസ്തകങ്ങളും. അച്ഛാ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു ബുക്ക് തന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇന്ദ്രൻ്റെ ഒരു വലിയ ഫ്രണ്ട് സൈനിക സ്കൂളിലെ അനിൽ ജോൺ ചെറിയാൻ, പുള്ളി സൗത്ത് ആഫ്രിക്കയിലാണ് ജോലി. അപ്പോൾ വന്നിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണാൻ നല്ല തടിയൊക്കെ വെച്ച്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒരു 5-6 പേര് ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലായിരുന്നു താമസം. അപ്പോൾ എനിക്ക് അവരെ കണ്ടു എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് ഈ 12ൽ പഠിക്കുന്നതിന് മുമ്പായിരുന്നല്ലോ എൻട്രൻസ്. അപ്പോൾ അവരൊക്കെ എഴുതുന്നുണ്ട്. വന്ന് കൊച്ചു പിള്ളേരായിട്ട് അവിടെ വന്ന് സുഖേട്ടൻ്റെ കൂടെ ക്രിക്കറ്റും കളിച്ച് അതും ചെയ്ത് ഇത് ചെയ്ത് ഓടി മുറ്റത്തൊക്കെ നടന്നവർ ഇപ്പോൾ വന്ന് നിൽക്കുമ്പോൾ നല്ല അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പോലെ ഇങ്ങനെ ഷേപ്പ് മാറിയോന്ന് ചോദിച്ചു. ഒന്നും മിണ്ടല്ലേ ആൻറ്റി, തടിയാണോ ആൻറ്റി ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു ചില്ലറപ്പെട്ട തടി. അപ്പോൾ ഞാൻ ഇന്നേറ്റോടോ നിനക്ക് സമാധാനിക്കാം, നിന്നെക്കാട്ടി തടിയുള്ള കൂട്ടുകാരുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ചുമ്മാ. അപ്പോൾ ഇന്ദ്രൻ പക്ഷേ ഇപ്പോൾ തടിയൊക്കെ കുറച്ചു മിടുക്കനായി, കുറച്ചുകൂടെയൊക്കെ കുറച്ച് കൃത്യമായിട്ട് എക്സസൈസും ഒക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ കുറച്ചെല്ലാം ഒതുങ്ങി. അപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ഈ സൗഹൃദങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാ, ഏറ്റവും കൂടുതൽ ഞാനൊരു ശക്തമായ സുഹൃത്ത് ബന്ധങ്ങൾ കണ്ടിരിക്കുന്നത് കൂടെ പഠിച്ചവരിൽ നിന്നാണ്. പ്രത്യേകിച്ച് സൈനിക സ്കൂൾ. അത് അവരുടെ പഠിപ്പീരാണോ അവരുടെ ട്രെയിനിങ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. അത്രയും ഇന്നും അവരെല്ലാവരും ആ ഒരു 10-12 പഠിക്കുന്ന പിള്ളേരുടെ ഒരു ലെവലിലാണ്. ഒരു കാര്യത്തിന് വിളിച്ചപ്പോൾ ഇന്ദ്രൻ ലണ്ടനിൽ പോയി. അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് അന്ന് അവിടെ ഒരു ക്രിക്കറ്റ് മാച്ചോ കണ്ട് നടക്കുമ്പോൾ പോയിരുന്ന് കാണുന്നത് കണ്ടു. കിരൺ, ഇവരെ വെച്ച് കുറേ പേര്. അപ്പോൾ എനിക്ക് കുറച്ച് പേരുടെ പേരുകളെ ഓർമ്മയുള്ളൂ. ദീപു, ശങ്കർ, കിരൺ, ഈ അനിൽ ജോൺ ചെറിയാൻ. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും, ഇവരൊക്കെ എവിടാ പോലെ? അവർ അമ്മയെ ദീപു ഇൻ്റെ അടുത്താ, കിരൺ ഇവിടെയാ, അനിൽ ഇവിടെ എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇന്ദ്രനാണ്. അപ്പോൾ അത് ഞാനീ പറയുന്നത് അതാണ്. കാരണം ജീവിതത്തിൽ ബാക്കി വരുന്ന സമ്പാദ്യങ്ങളൊരു പ്രമുഖ സ്ഥാനം നമ്മുടെ പെരുമാറ്റത്തിന്, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾക്ക് അതൊക്കെ മാറ്റി വയ്ക്കണം. കാരണം അല്ലാതെ നമ്മളിവിടുന്ന് പോകുമ്പോൾ ഈ കാശൊന്നും എടുത്ത് കെട്ടി കക്ഷത്തിൽ വെച്ചുകൊണ്ട് പോകാനൊക്കത്തില്ല. എത്ര ഉണ്ടാക്കിയിട്ടവനും എല്ലാം ഇവിടെ ഇട്ടേച്ച് വേണം പോകാൻ, അല്ലേ? പക്ഷേ പോയി കഴിയുമ്പോൾ ആരെങ്കിലും 10 പേരെങ്കിലും പറയും, ശോ അവരുള്ളപ്പോൾ ഈശ്വര എന്തെങ്കിലുമൊക്കെ ഒരു പോട്ടെ. അത് ഒരു 2 നല്ല വാക്ക് പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ധനമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെൻ്റെ അമ്മ അങ്ങനെയാണ് പറയുന്നത്. ബാക്കിയെല്ലാം വരും പോകും മോളെ. എപ്പോഴും സ്ഥായിയായിട്ട് നിൽക്കുന്ന നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൽപ്പേരാണെന്ന് അത് മറക്കാതിരിക്കുക. ഇനിയും കഥകൾ ഒരുപാടുണ്ട്. കഥകൾ പറയാൻ തുടങ്ങിയാൽ ഒരു പക്ഷേ കൂടുതലും ഈ വീട്ടിൽ നടക്കുന്ന കഥകളായിരിക്കും. സുഖേട്ടൻ്റെ ആയാലും മക്കളുടെ ആയാലും കൊച്ചുമക്കളുടെ ആയാലും മരുമക്കളുടെ ആയാലും കഥകൾ ഇങ്ങനെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാം കൂടെ അങ്ങ് ഓർമ്മയെ വരത്തില്ല. ഇനി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ സംസാരിക്കണം. അത് കാരണം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇനിയും തുടർന്നുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് താമസിയാതെ തന്നെ വീണ്ടും ഞാൻ എത്തും എന്നുള്ളത് ഉറപ്പാണ്.